ഏവർക്കും പ്രിയങ്കരനായ ജോർജ് അങ്കിൾ എന്നറിയപ്പെടുന്ന ശ്രീ ജോർജ് കാടങ്കാവിൽ കഴിഞ്ഞ 30 വർഷമായി മാട്രിമോണിയൽ സേവന രംഗത്തുണ്ട്. മാത്രമല്ല ബെത്ലഹേം മാട്രിമോണിയലിൻ്റെ ഡയറക്ടർ കൂടിയാണ് ജോർജ് അങ്കിൾ. ഇക്കാലയളവിൽ ജോർജ് അങ്കിൾ കൈമുതലാക്കിയ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം നിരവധി ബുക്കുകളും ഓഡിയോ ബുക്കുകളും ഹാൻഡ് ബുക്കുകളും ആർട്ടിക്കിളുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണമാണ് സഹജീവികളുടെ സ്വഭാവവിശേഷങ്ങൾ. മനഃശാസ്ത്രപരമായി മനുഷ്യരുടെ സ്വഭാവം മനസ്സിലാക്കുന്നത് അവരുമായുള്ള നല്ല രീതിയിലുള്ള ഇടപഴകലിന് സഹായകമായേക്കും. മാത്രമല്ല കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും സംഘർഷങ്ങളില്ലാതെ ജീവിതത്തിലും ജോലിയിലും മുന്നേറുവാനും ഇത് സഹായിക്കും. ജോർജ് അങ്കിളിൻ്റെ ഈ പുതിയ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും തന്നെ അറിയാം. അങ്കിളെ ബുക്കിൽ പറയുന്നുണ്ട്, ഇത് പഠിക്കാതെ ജോലിയിൽ പ്രവേശിക്കരുത്, അതുപോലെ ഇത് പഠിക്കാതെ വിവാഹം ചെയ്യരുത്. എന്തുകൊണ്ട്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് പഠിച്ചു വേണം ഏത് ജോലിക്കും പോകുവാൻ, ഇത് പഠിക്കാതെ വിവാഹം ചെയ്യരുത്. ഈ പുസ്തകം പഠിക്കണം എന്നുള്ളതല്ല, ഈ സഹജീവികളുടെ സ്വഭാവ വിശേഷങ്ങള് അറിഞ്ഞ് പഠിച്ചിട്ട് വേണം ജോലിക്ക് പോകുവാൻ, അത് പഠിച്ചിട്ട് വേണം വിവാഹം ചെയ്യുവാൻ. ഇതാണ് ആ ക്യാപ്ഷന്റെ ഉദ്ദേശം. ഏത് ജോലി സ്ഥലത്ത് പോയാലും എന്താ നിങ്ങളുടെ ജോലി? മറ്റ് മനുഷ്യരോട് ഇടപെടുക. ആ മറ്റ് മനുഷ്യരോട് ഇടപെടുമ്പോൾ നിങ്ങൾ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇടപെടുന്ന നിങ്ങളുടെ ക്ലയൻറ്റിന് നിങ്ങളെ കൊണ്ട് ഉപകാരപ്രദമായ വിവരങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അയാളോട് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ഇടപെടണം. അതിന് എല്ലാ മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങൾ അറിയണം. നിങ്ങളുടെ ക്ലയൻറ്റ് പലതരത്തിലുള്ള സ്വഭാവമുള്ള ആളായിരിക്കും. ഏത് സ്വഭാവമുള്ള ആളാണെങ്കിലും ആ ആളിനോട് ഇടപെട്ട് അനുകൂലമായ ഒരു നിലപാട് ആ ക്ലയൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാൻ സാധിച്ചാലേ നിങ്ങളുടെ ജോലി പൂർണ്ണമാകത്തുള്ളൂ, നിങ്ങളുടെ ജോലിക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങൾ പഠിക്കണം. വിവാഹം അതുപോലെ തന്നെ. മനുഷ്യരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാതെ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് രണ്ടുപേരും കൂടെ വർത്തമാനം പറയാൻ തുടങ്ങി എന്ത് ഇടപാട് നടത്തി കഴിഞ്ഞാലും തമ്മിൽ ചേരാത്ത ഡയലോഗാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അടി വീഴും. രണ്ടുപേരും ക്രിട്ടിക്കൽ പേരന്റിന്റെ നേച്ചർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടി വീഴും. ഞാൻ ഈ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പടം തന്നെ ഒരു ക്രിട്ടിക്കൽ പേരന്റിന്റെ ഭാവമാണ്. ഒരു ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും ഉണ്ട്. അതിൽ ആ ഹസ്ബൻഡ് ക്രിട്ടിക്കൽ പേരന്റിന്റെ ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ആ വൈഫ് റിബല്യസ് ചൈൽഡായിട്ട് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുക. പിന്നെ കുറെ നേരം വഴക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊന്ന് ശാന്തമായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മാറി ഒരു അഡാപ്റ്റഡ് ചൈൽഡായിട്ടും ഒരു നാച്ചുറൽ ചൈൽഡായിട്ടും മാറിയിരിക്കുന്നതായിട്ടാണ് ആ പടത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോ ഈ ശാസ്ത്രം അറിയാവുന്നുണ്ടെങ്കിലേ നമ്മൾ അഥവാ ഒരു ക്രിട്ടിക്കൽ പേരന്റോ റിബല്യസ് ചൈൽഡോ ആയി ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദർഭം വഷളാക്കാതെ സൂക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈഗോ സ്റ്റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതറിഞ്ഞിരുന്നാൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള ഇടപാടുകൾ സ്വസ്ഥമാക്കാൻ പറ്റും. അഥവാ പ്രശ്നമുണ്ടായാലും അഥവാ പൊരുത്തക്കേട് വന്നാലും അത് പൊരുത്തപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്വഭാവ വിശേഷങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. അങ്കിൾ, ഈ ബുക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം. മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളും ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസാണ്. നമ്മൾ വർത്താനം പറയുന്നു, ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയുന്നു. നിങ്ങളുടെ ചോദ്യം അനുസരിച്ചിട്ട് ഞാൻ ചോദ്യം എൻ്റെ ഉള്ളിൽ തട്ടുമ്പം എനിക്ക് എന്ത് തോന്നുന്നു അതിനനുസരിച്ചിട്ടാണ് ഞാൻ തിരിച്ച് മറുപടി പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഒരുപക്ഷെ ദേഷ്യത്തിലായിരിക്കും ഞാൻ തിരിച്ചു പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ വളരെ പേടിച്ചായിരിക്കും ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒന്നും അല്ലാതെ നിർവികാരമായിട്ടായിരിക്കും പറയുന്നത്. അപ്പം നമ്മൾക്ക് ഓരോ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മളെ വന്ന് തട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില അഹംഭാവങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്തരം അഹംഭാവങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്ന് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഒരാളുടെ ഉള്ളിൽ ആ ഒരു വ്യക്തിത്വത്തിന് പല ഈഗോ സ്റ്റേറ്റുകളുണ്ട്. അതാണ് അഹംഭാവം എന്ന് പറയുന്നത്. ഈഗോ സ്റ്റേറ്റ് പ്രധാനമായിട്ടും 3 ഈഗോകളാണ് മനുഷ്യനുള്ളതെന്നാണ് എറിക് ബേൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ഒന്ന് പേരൻ്റൽ ഈഗോ, രണ്ടാമത്തേത് അഡൽട്ട് ഈഗോ, മൂന്നാമത്തേത് ചൈൽഡ് ഈഗോ. പേരൻ്റ് ഈഗോ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നമ്മുടെ ഉള്ളിൽ കടന്നെത്തിയിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, വിവരങ്ങളെ ആസ്പദമാക്കി നമ്മളൊരു നിലപാടെടുക്കും. മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന് നമ്മൾ എവിടുന്നോ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മഴ പെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മഴക്കാറ് കാണുന്ന ഉടനെ മഴ പെയ്യുമെന്ന് നമ്മൾ പറയാം. നമ്മുടെ പേരൻ്റ് ഈഗോയാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീയുടെ അടുത്തേക്ക് കൈ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പൊള്ളുമെന്ന് നമുക്ക് പൊള്ളി പരിചയമില്ലെങ്കിൽ പോലും പൊള്ളുമെന്നുള്ള കാര്യം നമ്മളോട് ആരോ പറഞ്ഞതിൻ്റെ പേര് നമുക്കറിയാം. തൊട്ട് പൊള്ളിയിട്ടാണ് പൊള്ളും എന്ന് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ അത് അഡൽട്ട് ഈഗോയാണ്. പക്ഷെ പൊള്ളുമെന്ന ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഈ തീയിൽ തൊട്ടാൽ പൊള്ളുമെന്നറിയുന്നതെന്നുണ്ടെങ്കിൽ അത് പേരൻ്റ് ഈഗോ എന്നറിയും. അപ്പൊ പുറമേ നിന്ന് സ്വന്തം അനുഭവമില്ലാതെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകളുടെ പേരിൽ നമ്മൾ ഓരോ നിലപാടെടുക്കും. ആ നിലപാടിനെയാണ് പേരൻ്റ് ഈഗോ എന്ന് പറയുന്നത്. ഈ പേരൻ്റ് ഈഗോ രണ്ട് തരത്തിൽ നമ്മൾ പുറപ്പെടുവിക്കും. ഒന്ന് ക്രിട്ടിക്കൽ പേരൻ്റ് എന്ന് പറഞ്ഞ് ഒരു ഭാവമുണ്ട്. അതായത് നമ്മുടെ ധാരണയുടെ പേരിൽ നമ്മൾ ഇടപെടുന്നവരോട് നമ്മളതൊരു കർശനമായിട്ട് വിമർശനാത്മകമായിട്ട് അല്ലെങ്കിൽ വഴക്ക് പറയുന്ന പോലെ ആയിരിക്കും നമ്മുടെ ധാരണയുടെ പേരിൽ പറയുന്നത്. മഴക്കാറുണ്ടോ, കുട എടുത്തിട്ട് പോടാ എന്ന് മോനോട് പറയും. അതാ ക്രിട്ടിക്കൽ പേരൻറ്റിൻ്റെ ഈഗോ സ്റ്റേറ്റ് ആണ്. മഴക്കാറുണ്ട് മോനെ, കുട എടുത്തിട്ട് പോകണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നർച്ചറിങ് പേരൻ്റാണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പേരൻറ്റും നർച്ചറിങ് പേരൻറ്റും ഒരാളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിലേതാണ് എപ്പോഴും പ്രകടമാകുന്നതെന്നനുസരിച്ചിട്ടാണ് അയാളുടെ പേരൻ്റിൽ ഈഗോ നിൽക്കുന്നത്. ചില ആൾക്കാരോട് നമുക്ക് ഇടപെടാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്ന അവരെപ്പോഴും ഈ ക്രിട്ടിക്കൽ പേരൻറ്റിൻ്റെ ഈഗോയിൽ നിൽക്കും. അപ്പൊ ക്രിട്ടിക്കൽ പേരൻ്റ് ആയിട്ടാണ് അയാൾ ഇങ്ങോട്ട് ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചൈൽഡിനെ കൊള്ളുന്നത്. പേരൻ്റ് എന്ത് പറഞ്ഞാലും അത് മറ്റേ ആളിൻ്റെ ചൈൽഡിലാണ്. കൊച്ചല്ല കേട്ടോ, വലിയ പ്രായപൂർത്തിയായ മനുഷ്യന്റെ ഉള്ളിലും ശിശുവുണ്ട്. ഓക്കെ, പിന്നെ ആ പ്രായപൂർത്തിയായ ഉള്ളിൻ്റെ മനുഷ്യൻ അഡൽട്ട് ഉണ്ട്. അഡൽട്ട് ഈഗോ എന്ന് പറഞ്ഞാൽ അറിവ്, ബോധ്യത്തിൽ നിന്നുണ്ടായിരിക്കുന്ന അറിവിൻ്റെ പേരിലുള്ള ഈഗോ സ്റ്റേറ്റ് ആണ്. എനിക്ക് പരീക്ഷിച്ചറിഞ്ഞ് ഉറപ്പുള്ള സാധനം എൻ്റെ വാച്ചിൽ നോക്കിയിട്ട് എൻ്റെ വാച്ചിൽ ഇപ്പോൾ 3 മണിയായി എന്ന് പറഞ്ഞാൽ അത് അഡൽട്ട് ഈഗോയാണ്. ഞാൻ ഏകദേശം പുറത്ത് നോക്കിയിട്ട് ഒരു 3 മണിയായി കാണുമെന്ന് പറഞ്ഞാൽ അത് അഡൽട്ട് ഈഗോ അല്ല, അതൊരു പേരൻ്റൽ ഈഗോയാണ്. പിന്നെ എൻ്റെ വാച്ചിൽ കൃത്യം 3 മണിയായി അല്ലെങ്കിൽ എൻ്റെ വാച്ചിൽ 3 മണിയായി എന്ന് പ്രിസൈസ്ലി പറയുമ്പോൾ അത് തർക്കിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എൻ്റെ വാച്ചിൽ 3 മണിയായെന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യെ നോക്കിയിട്ട് ഇത് 3:15 എന്ന് എൻ്റെ അടുത്ത് വേണമെങ്കിൽ തിരിച്ചു പറയാം. അപ്പം നമ്മൾ രണ്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ വാച്ച് തെറ്റിയത് കൊണ്ടാണ്. പക്ഷേ അഡൽട്ട് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ തമ്മിൽ തർക്കിക്കാം. അപ്പം തർക്കത്തിനിടയില്ലാത്ത വിധം ഒരു കാര്യം പ്രസ്താവിക്കണമെന്നുണ്ടെങ്കിൽ അഡൽട്ട് ഈഗോയിൽ നിന്ന് നമ്മൾ സംസാരിച്ചാൽ മറ്റേ ആളിന് തർക്കിക്കാനില്ല. മറ്റേ ആളിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് ഹർട്ടാവത്തില്ല. എൻ്റെ വാച്ചിൽ 3 മണി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വാച്ച് നോക്കിയിട്ട് പറയാം എൻ്റെ വാച്ചിൽ 3:15 ഞാൻ പറഞ്ഞ് ശരിയായിരിക്കാം. ഓക്കെ, എൻ്റെ വാച്ചിൽ ഇതാ കണ്ടത്. നമ്മളൊരു ഫൈറ്റിലേക്ക് പോകുന്നില്ല. അപ്പം ശാന്തമായി ഒരാളോട് ഇടപെടാൻ പറ്റിയത് അഡൽട്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നതാണ്. മൂന്നാമത്തെ ചൈൽഡ് ഈഗോയെ പറയാം. അഡൽട്ട് ഈഗോയ്ക്ക് വേറെ സബ് ഡിവിഷൻസ് ഒന്നുമില്ല. ചൈൽഡ് ഈഗോയ്ക്ക് വീണ്ടും കുറേ അധികം സബ് ഡിവിഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടുമുള്ളത് റിബല്യസ് ചൈൽഡും അഡാപ്റ്റഡ് ചൈൽഡുമാണ്, അല്ലെങ്കിൽ കംപ്ലിയന്റ് ചൈൽഡ്. റിബല്യസ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിനെ നേരെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ റിബല്യസ് ചൈൽഡിന്റെ ബിഹേവിയർ. ഒരാൾ ക്രിട്ടിക്കൽ പേരന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നോട് പറഞ്ഞാൽ അത് പേരന്റിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, എൻ്റെ ചൈൽഡിനെയാണ് കൊള്ളുന്നത്. ക്രിട്ടിക്കൽ പേരന്റ് ആണ് എന്നോട് പറയുന്നതെങ്കിൽ എൻ്റെ റിബല്യസ് ചൈൽഡിനെയാണ് അത് കൊള്ളുന്നത്. എൻ്റെ റിബല്യസ് ചൈൽഡ് എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് തിരിച്ചു പറയും. കുടയെടുത്തിട്ട് പോടാ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ മനസ്സില്ല, ഞാൻ നനഞ്ഞോളാം എന്ന് പറയും. അത് ആ റിബല്യസ് ചൈൽഡാണ്. മോനെ കുടയെടുത്തിട്ട് പോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഓ ശരി അപ്പം ഞാൻ എടുത്തിട്ട് പോകാം. എൻ്റെ അഡാപ്റ്റഡ് ചൈൽഡ് അല്ലെങ്കിൽ കംപ്ലിയന്റ് ചൈൽഡാണ്. ഇനി ചൈൽഡ് അത് കൂടാതെ ഒരു നാച്ചുറൽ ചൈൽഡ് ഉണ്ട്. നാച്ചുറൽ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റ് ഈഗോ എന്ന് ഏത് സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞാലും എൻ്റെ നാച്ചുറൽ ആയിരിക്കുന്ന ബിഹേവിയറെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഇതിനെ രണ്ടിനെയും ഞാൻ വില മതിക്കാല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വില കൊടുക്കാതെ എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ തിരിച്ചു പറയും അതെൻ്റെ നാച്ചുറൽ ചൈൽഡാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഒരു ജീനിയസ് എന്ന് പറയുന്ന ഒരു എലിമെന്റ് കൂടെ
മനുഷ്യൻ്റെ ഉള്ളിലെ ചൈൽഡ് ഈഗോയിൽ കിടപ്പുണ്ട്. അത് അത്ഭുതകരമായ, പെട്ടെന്ന് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും ആ ജീനിയസിന് തോന്നുന്നത്. ഈ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആ പറഞ്ഞ വാക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും ഒരു ആശയം മനസ്സിലുണ്ടായിട്ട് ആ ജീനിയസ് അത് പറയും. കൊച്ചു പിള്ളേരോട് വർത്തമാനം പറയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ വെക്കും. അതാ കൊച്ചിൻ്റെ ജീനിയസ് ആണ്. സോ ഈ ശാസ്ത്രം അറിയാമെങ്കിൽ നമ്മൾ ഇതിൽ ഏത് ഭാവത്തിൽ നിന്ന് സംസാരിച്ചാലും തിരിച്ചു കിട്ടുന്ന റെസ്പോൺസിനെ നമുക്ക് കൈകാര്യം ചെയ്യാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാവുന്ന പ്രതികരണമാണ് അവിടെ നിന്ന് വരുന്നത്. ഈ ശാസ്ത്രം അറിയാമെങ്കിൽ. ശാസ്ത്രം അറിയാതെ നമ്മൾ ക്രിട്ടിക്കൽ പേരൻ്റ് ആണെന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് കുട എടുത്തിട്ട് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എനിക്കിപ്പോൾ മനസ്സില്ലടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വഷളായിപ്പോയി. എനിക്ക് ശാസ്ത്രം അറിയാമെങ്കിൽ എനിക്കിപ്പോൾ മനസ്സില്ലടോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും, അയ്യോ ഞാൻ ക്രിട്ടിക്കൽ പേരൻ്റായിട്ട് പറഞ്ഞിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഓ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ചങ്ങോട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വഴക്കില്ലാതെ അസ്വസ്ഥത ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്.